Auditing, a systematic examination of financial statements, accounts, and related records to form an opinion whether they present a true and fair view in accordance with accounting standards. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെയും ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ട്രൂ ആൻഡ് ഫെയർ ആയിട്ടാണോ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് എക്സാമിനേഷനാണ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അക്കൗണ്ട്സ്, റിലേറ്റഡ് അക്കൗണ്ട്സ് എല്ലാം ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നാണ് അറ്റ് പ്രസൻറ്റ് അവർ ട്രൂ ആൻഡ് ഫെയർ ആയിട്ടാണോ ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ ഇസ് എ ഡീറ്റെയിൽഡ് ആൻഡ് ഇൻഡെപ്റ്റ് inquiry into specific aspects of business, accounts, or operations, usually for a special purpose such as detecting fraud, evaluating financial position for takeover, or assessing damages. ഓഡിറ്റിംഗ് ആസ് എ ഹോൾ ആയിട്ടാണ് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് ഇൻഡെപ്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഓരോ പോർഷന് ആണ് അനലൈസ് ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അതായത് ഏതെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസ് ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവാലുവേറ്റിംഗ് ഫിനാൻഷ്യൽ പൊസിഷൻ ഫോർ ടേക്ക് ഓവർ, ബിസിനസ് വേറൊരു ഓർഗനൈസേഷൻ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡാമേജസ് വരുന്നുണ്ടോ, അത് എത്രയാണ് ഡാമേജസ് വരുന്നതെന്ന് അറിയാൻ, അതുപോലത്തെ സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് നടത്തുന്ന ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഇൻക്വയറിനെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. Objectives of auditing: to express an independent opinion on the truth and fairness of financial statement. Objective of investigation: to find out specific fact, collect evidence and report findings for decision making or legal purpose. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയന് മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷനിൽ സ്പെസിഫിക് ഫാക്റ്റ് വെച്ചിട്ട് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലീഗൽ പേർപ്പസിന്. സ്കോപ്പ് ഓഫ് ഓഡിറ്റിംഗ് ഈസ് ബ്രോഡ്, കവേഴ്സ് ദി എൻറ്റയർ സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ എ പീരീഡ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ്റെ സ്കോപ്പ് ഈസ് നാരോ ആൻഡ് ഫോക്കസ്ഡ് ഓൺ പെർട്ടിക്കുലർ ഏരിയ, ട്രാൻസാക്ഷൻസ് ഓർ ഒബ്ജക്റ്റീവ്. ഇൻവെസ്റ്റിഗേഷന് മൊത്തം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇൻവെസ്റ്റിഗേഷനിൽ പെർട്ടിക്കുലറായിട്ട് ഏത് ഏരിയയിലാണോ ഫോക്കസ് ചെയ്യുന്നത് അവിടെ മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ സ്കോപ്പ് കുറച്ചും കൂടി നാരോ ആണ്, കുറച്ചും കൂടി സ്കോപ്പ് കുറവാണ് ഇൻവെസ്റ്റിഗേഷനിൽ. ഓഡിറ്റിംഗ് ഇൻവോൾവ്സ് ടെസ്റ്റ് ചെക്സ്, വൗച്ചിങ്, വെരിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾസ്. ഇൻവെസ്റ്റിഗേഷൻ ഇൻവോൾവ്സ് ഡീറ്റെയിൽഡ് ചെക്കിംഗ്, ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് കളക്ഷൻ ഓഫ് കൊളാബറേറ്റീവ് എവിഡൻസസ്. ഓഡിറ്റിംഗ് എൻ്റയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ടെസ്റ്റ് ചെക്കും വൗച്ചിങ്ങും വെരിഫിക്കേഷനും ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾസും ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ഡീറ്റെയിൽഡ് ചെക്കിംഗ് ആണ്, ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് നടത്തുന്നത്. എവിഡൻസുകളാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം അവിടെ ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടി നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനാണ്, ടു ഫൈൻഡ് ഔട്ട് എന്തെങ്കിലും ഫ്രോഡ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ മിസ്ബിഹേവിയറോ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓഡിറ്റിംഗ് ദി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഈസ് കമ്പൽസറി ഫോർ സെർട്ടൻ എൻറ്റിറ്റീസ്. ഓഡിറ്റ് പലപ്പോഴും കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. കമ്പനീസ് ആക്ട് 2013 അങ്ങനെ ഓഡിറ്റിംഗ് നടത്തണമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ചില കേസസിൽ ഓഡിറ്റിംഗ് നടന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റൂ. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഒരിക്കലും സ്റ്റാറ്റ്യൂട്ടറി അല്ല. നമുക്ക് ഓർഗനൈസേഷൻ്റെ എന്തെങ്കിലും ഒരു മിസ്മാച്ച് ഇൻ അക്കൗണ്ട്സോ അല്ലെങ്കിൽ ഒരു ഫ്രോഡ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമുള്ളൂ. So, in investigation, it's not a statutory requirement to do an investigation in an organization. It's conducted when specifically required by management, court or government or other stakeholders. അതായത് ഒരു മാനേജ്മെൻറ്റിന് നടത്താൻ തോന്നുകയാണെങ്കിൽ അവർക്ക് നടത്താം. അല്ലെങ്കിൽ കോർട്ട് പറയുകയാണ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ അവിടെ ചില ഫ്രോഡ്സ് നടക്കുന്നുണ്ട്, അപ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ചിലപ്പം ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അവരൊക്കെ പറഞ്ഞ് നടത്താം. ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ആസ് പെർ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഓർ ബൈ ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. ഇൻവെസ്റ്റിഗേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ മാനേജ്മെൻറ്റ്, ക്രെഡിറ്റേഴ്സ്, പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ഓർ ഓർഡേർഡ് ബൈ ദി കോർട്ട് ഓർ ഗവൺമെൻറ്. അതായത് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് പ്രകാരം ഓണേഴ്സോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സോ ആണ്.
എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് അത് മാനേജ്മെൻറ്റിനാവാം, ക്രെഡിറ്റേഴ്സിനാവാം, ഇൻവെസ്റ്റേഴ്സിനാവാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനാവാം, കോർട്ടിനാവാം. അങ്ങനെ ഏത് റിലേറ്റഡ് പാർട്ടിക്ക് വേണമെങ്കിലും ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേറ്റർ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയ്യാവുന്നതാണ്. എന്നാൽ ഓഡിറ്റിങ്ങിൽ അത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് വെച്ചിട്ട് ഓണേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും മാത്രമേ നടക്കൂ. കാരണം ഇറ്റ്സ് എ കമ്പൽസറി തിങ്. അപ്പോൾ അത് എല്ലാ വർഷവും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൽ ഓണേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സിനാണ് തീരുമാനം എടുക്കാനുള്ള അധികാരം. Evidence collected. In auditing, it relates mainly on documentary evidence, internal controls, and accounting records. In investigation, it relates on documentary, oral, circumstantial, and external evidences, including interviews and inspections. അതായത് ഓഡിറ്റിംഗ് ആണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും അവർ പാസ്റ്റ് ഒരു 1 ഇയറിലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഓഡിറ്റിങ്ങിൽ മെയിൻലി ഡോക്യുമെൻ്ററി എവിഡൻസ് നോക്കും. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ബുക്ക് ഒക്കെ നോക്കും. ഇൻറ്റേർണൽ കൺട്രോൾസ് നോക്കും. അക്കൗണ്ടിങ് റെക്കോർഡ്സ് നോക്കും. എന്നാൽ ഇൻവെസ്റ്റിഗേഷനിൽ ഒബ്വിയസ്ലി ഡോക്യുമെൻറ്റേഴ്സ് നോക്കും. അതുപോലെ തന്നെ ഓറൽ തിങ്സ്, വാക്കാലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇഫ് ദർ ഈസ് സംതിങ് ലൈക്ക് മിസ്ലീഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് നോക്കും. എക്സ്റ്റേണൽ എവിഡൻസസ് നോക്കും. ഇൻസ്പെക്ഷൻസും ഇൻ്റർവ്യൂസും ഒക്കെ നോക്കും. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ഏത് രീതിയിൽ പോയാലാണ് ഫ്രോഡ് കണ്ടെത്താൻ പറ്റുക ആ രീതിയിലെല്ലാം പോവാം. ഓഡിറ്റിംഗ് ഈസ് ജനറലി ബേസ്ഡ് ഓൺ സാമ്പിളിംഗ് ആൻഡ് മെറ്റീരിയൽ കൺസെപ്റ്റ്. ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽഡ് ആൻഡ് എക്സോസ്റ്റീവ് എക്സാമിനേഷൻ ഗോയിങ് ഇൻ ടു ദി മൈന്യൂട്ട്സ് ഡീറ്റെയിൽസ് റിലവൻറ്റ് ടു ദി ഒബ്ജക്റ്റീവ്. ഓഡിറ്റിങ്ങിൽ കൂടുതൽ നമ്മൾ ഡെപ്ത് ഓഫ് എക്സാമിനേഷൻ വരുന്നത് സാമ്പിളിങ്ങിലൂടെയും മെറ്റീരിയൽ കൺസെപ്റ്റ് വഴി ചെക്ക് ചെയ്യുന്നതിലൂടെയാണ്. അതായത് മൊത്തം നമ്മൾ അനലൈസ് ചെയ്തില്ലെങ്കിലും ഒരു പോർഷൻ എവിടെയെങ്കിലും എടുത്ത് അതായിരിക്കും ഓഡിറ്റിങ്ങിൽ അനലൈസ് ചെയ്യുന്നത്. അതാവുന്ന സമയത്ത് അത് റിലയബിൾ ആയിരിക്കും, റാൻഡം ചെക്കിംഗ് ആയിരിക്കും. പിന്നെ മെറ്റീരിയൽ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയല്ല. അവർ തറോ ആയിട്ട് എക്സാമിൻ ചെയ്യും, ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നോക്കും. കാരണം എല്ലാ കാര്യത്തെപ്പറ്റിയും ഇൻവെസ്റ്റിഗേഷൻ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പെർട്ടിക്കുലർ കാര്യത്തെ പറ്റി മാത്രം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ വരുന്ന എല്ലാ ഓറലായിട്ടുള്ള കാര്യങ്ങളായാലും ഡോക്യുമെൻ്ററി എവിഡൻസ് ആയാലും മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണെങ്കിലും എല്ലാം അവർ അതിലേക്ക് ലീഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അനലൈസ് നടത്തും. In auditing, report is addressed to shareholders or appointing authority expressing an opinion on financial statement. In investigation, the report is addressed to the party requesting the investigation, providing factual findings and conclusions. റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണോ നമ്മളെ നിയമിച്ചത് അവരിലേക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓഡിറ്റിങ്ങിൽ അത് ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ ഓണേഴ്സിനും ഷെയർ ഹോൾഡേഴ്സ് അങ്ങനെ വരുന്നവർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. ഇൻവെസ്റ്റിഗേഷനിൽ ഏത് അതോറിറ്റിയാണോ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് പറഞ്ഞത്, അത് മാനേജ്മെൻറ്റ് ആണെങ്കിൽ മാനേജ്മെൻറ്റ്, കോർട്ടാണെങ്കിൽ കോർട്ട്, ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്ക്. ഓഡിറ്റിങ്ങിൽ ഒരു ഒപ്പീനിയൻ ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിൽ എപ്പോഴും ഫാക്ച്വൽ ഫൈൻഡിങ്സ് ആണ്. ഒരു ഫാക്റ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫൈൻഡിങ്സും കൺക്ലൂഷൻസും ആണ് ഉണ്ടായിരിക്കുക. ആൻഡ് റിസൾട്ട് ഓഫ് ഓഡിറ്റിംഗ് ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ആണ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻസ് ആൻഡ് പെർഫോമൻസ്. ഇൻവെസ്റ്റിഗേഷനിൽ സ്പെഷ്യൽ ഫാക്ച്വൽ കൺക്ലൂഷൻസ് ഓർ റെക്കമെൻഡേഷൻ ഫോർ എ സ്പെഷ്യൽ പേർപ്പസ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ നോക്കുകയാണെങ്കിൽ ദി പേർപ്പസ് ഓഫ് ഓഡിറ്റിംഗ് ഇസ് ടു എക്സ്പ്രസ് ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടു ഫൈൻഡ് specific facts and causes. Scope of auditing is entire accounts. In investigation, it's specific area. The period of auditing is usually 1 financial year. In investigation, any period, past or future. Legal needs, auditing is often statutory. Investigation is only on special request. Approach auditing test checks, samples, investigation detailed and exhaustive. എവിഡൻസ് മോസ്റ്റ്ലി ഇൻറ്റേർണൽ ആണ് ഓഡിറ്റിങ്ങിൽ, ഇൻറ്റേർണലും എക്സ്റ്റേർണലും വരും ഇൻവെസ്റ്റിഗേഷനിൽ. റിപ്പോർട്ട് ടു ഇൻ ഓഡിറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഓണേഴ്സ്, ഇൻവെസ്റ്റിഗേഷൻ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. എക്സാമ്പിൾസ് ഓഡിറ്റിങ്ങിൽ ആനുവൽ ഓഡിറ്റ് റിപ്പോർട്ട്, ഇൻവെസ്റ്റിഗേഷനിൽ ഫ്രോഡ് ഡിറ്റക്ഷൻ റിപ്പോർട്ട്. Auditors of joint stock companies. An auditor is an independent professional who examines the financial standard statements of a company to determining whether they present a true and fair view of its financial position and performance. In joint stock companies, the auditor's appointment, duties, powers, and removal are
ഗവേൺഡ് ബൈ കമ്പനീസ് ആക്ട് 2013. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ ഓഡിറ്റിംഗ് നടത്തുന്നത് എല്ലാ ഓർഗനൈസേഷനെയും പോലെ തന്നെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ ഓഡിറ്റിംഗ് നടക്കുന്നത്. Relevant sections related to auditing: Section 139 Appointment of Auditors, 140 Removal and Resignation and Special Notice, 141 Eligibility, Qualification, Disqualification, 142 Remuneration, 143 Powers and Duties, 144 Service not to be rendered. So 139 Appointment, 140 Removal, Resignation and Special Notice, 141 Eligibility, Qualification and Disqualification, 142 Remuneration, 143 Powers and Duties, 144 Services not to be rendered. Appointment of Auditors: First auditor appointed by the Board of Directors within 30 days of incorporation. ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. 30 ദിവസത്തിന് ശേഷം ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ട് 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇനി ബോർഡ് ഫെയിൽ ആവുകയാണ് 30 ഡേയ്സിൻ്റെ ഉള്ളിൽ അപ്പോയിൻറ്റ് ചെയ്യാനെങ്കിൽ members appoint in an extraordinary general meeting within 90 days. മെമ്പേഴ്സിന് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യാം. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് EGMന് കഴിഞ്ഞ് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ. ഹോൾഡ്സ് ഓഫീസ് അണ്ടിൽ ദി കൺക്ലൂഷൻ ഓഫ് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇനി സബ്സിക്വൻറ്റ് ഓഡിറ്റേഴ്സിന് അപ്പോയിൻറ്റഡ് ബൈ ദി മെമ്പേഴ്സ് ഇൻ ദി ഫസ്റ്റ് AGM. ഫസ്റ്റ് AGMൽ ആണ് സബ്സിക്വൻറ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 5 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് സബ്സിക്വൻറ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ നമുക്ക് 6 വർഷത്തേക്കും അപ്പോയിൻറ്റ് ചെയ്യാം. റൊട്ടേഷൻ ഈസ് റിക്വയർഡ് ഫോർ സെർട്ടൻ പ്രിസ്ക്രൈബ്ഡ് കമ്പനീസ്. ചില കമ്പനീസിൽ റൊട്ടേഷൻ ഉണ്ടാവും. റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സിന് മാക്സിമം 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം 5 വർഷം മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. ഓഡിറ്റ് ഫേമിനാണെങ്കിൽ മാക്സിമം 10 വർഷം. സോ റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സിന് മാക്സിമം 5 വർഷം, ഓഡിറ്റ് ഫേമിന് മാക്സിമം 10 വർഷം. മാൻഡറ്ററി ഫോർ ലിസ്റ്റഡ് കമ്പനീസ് ആൻഡ് സെർട്ടൻ ലാർജ് പബ്ലിക് കമ്പനീസ്. ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ മസ്റ്റ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻ പ്രാക്ടീസ്. In case of firm, majority partners must be CAs in practice in India. Disqualifications cannot be appointed if a body corporate, an officer or employee of the company, a partner, holder of securities in the company above the prescribed limit, indebted to the company above 5 lakh, has a significant business relation with the company. കമ്പനിയുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബിസിനസ് റിലേഷൻ ഉള്ള ഒരാളെയോ അല്ലെങ്കിൽ കമ്പനിയുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള കമ്പനിയുമായിട്ട് ഒരു ഇൻഡെപ്റ്റ്നെസ് ഉള്ള, അതായത് 5 lakh വരെ ഡെപ്റ്റുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ ഹോൾഡർ ഓഫ് സെക്യൂരിറ്റീസ്, കമ്പനിയുടെ സെക്യൂരിറ്റീസിൻ്റെ ഹോൾഡേഴ്സിനെയോ എംപ്ലോയീസിനെയോ പാർട്ട്നേഴ്സിനെയോ ഒരു തരത്തിലുള്ള ഓഫീസേഴ്സിനെയോ ബോഡി ഓഫ് കോർപ്പറേറ്റിനെയോ അതർ ദാൻ LLP ആയിട്ടുള്ള ഒന്നിനെയോ നമുക്ക് ഓഡിറ്ററായിട്ട് നിയമിക്കാൻ കഴിയില്ല. റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റർ ഫിക്സഡ് ബൈ മെമ്പേഴ്സ് ഇൻ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗിൽ മെമ്പേഴ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് ഓഡിറ്റേഴ്സ് റെമ്യൂണറേഷൻ മേ ബി ഫിക്സഡ് ബൈ ദി ബോർഡ്സ്, ഇൻക്ലൂഡ് എക്സ്പെൻസസ് ബട്ട് എക്സ്ക്ലൂഡ്സ് ഫീ ഓർ നോൺ ഓഡിറ്റ് സർവീസസ്. അതായത് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ആയിരിക്കും, എന്നാൽ ഫീസും നോൺ ഓഡിറ്റ് സർവീസസും ഒക്കെ എക്സ്ക്ലൂഡഡ് ആയിരിക്കും, അതൊന്നും ഉൾപ്പെടില്ല. Powers of auditor: right to access company's books, accounts and vouchers at all times, right to obtain necessary information and explanation from company officers, right to attend general meetings and receives notice. ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, നോട്ടീസ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, നെസസറി ഇൻഫോർമേഷൻസും എക്സ്പ്ലനേഷൻസും ഒക്കെ കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാനുള്ള റൈറ്റ് പവർ ഉണ്ട്, അങ്ങനെ ചോദിക്കാം. കമ്പനീസിൻ്റെ ബുക്സ്, അക്കൗണ്ട്സ്, വൗച്ചേഴ്സ് എല്ലാം ആക്സസ് ചെയ്യാം, അതെല്ലാം ചെക്ക് ചെയ്യാം. ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ: റിപ്പോർട്ട് ടു മെമ്പർ,
members whether financial statements are true and fair view, check compliance with accounting standards, state if proper books are kept, consider reports or branch auditors, report fraud above the prescribed amount of central government. അതായത് ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് അതിനെ ചെക്ക് ദി കംപ്ലയൻസ് വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, പ്രോപ്പറായിട്ട് ബുക്കെല്ലാം കെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ബ്രാഞ്ച് ഓഫീസ് വിസിറ്റ് ചെയ്യാം. റിമൂവൽ ആൻഡ് റെസിഗ്നേഷൻ, റിമൂവൽ ബിഫോർ എക്സ്പയറി ഓഫ് ടേംസ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ പ്ലസ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ. അതായത് എക്സ്പയറിക്ക് മുമ്പ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം, അത് പ്ലസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും വേണം. ഓഡിറ്റർ റിസൈനിങ് must file form ADT 3 with reasons to the register within 30 days. ഫോം ADT 3 ആണ് ഫില്ല് ചെയ്യേണ്ടത്. അതിൽ റീസണും വേണം എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസിഗ്നേഷൻ്റെ. 30 ദിവസത്തിനുള്ളിൽ അത് രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കണം. Prohibited services. Auditor cannot provide to the company its holding or subsidiary, accounting and bookkeeping, internal audit, design and implementation of financial system, factual services, investment advisory, management services, other prescribed non-audit services. Vouching. Vouching is the process of examining documentary evidences to verify the authenticity, accuracy and validity of transactions recorded in the books of account. It is considered the backbone of auditing because it provides direct evidence regarding the genuineness of entries. വൗച്ചിങ് എന്ന് പറയുകയാണെങ്കിൽ വൗച്ചിങ് ആണ് ദി ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ്. വൗച്ചിങ്ങിലൂടെയാണ് നമുക്ക് ഡയറക്റ്റ് എവിഡൻസസ് അനലൈസ് ചെയ്യാൻ പറ്റുക. ദിസ് ഇസ് ദി പ്രോസസ് ഓഫ് എക്സാമിനിങ് ഡോക്യുമെൻ്ററി എവിഡൻസ്. നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് ഇവിടെ എക്സാമിൻ ചെയ്യുന്നത്. ഒതൻറ്റിസിറ്റിയും ആക്യുറസിയും വാലിഡിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ഓരോ ബുക്ക് അനലൈസ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കുന്നത്. The objective of vouching to verify that all transactions are properly authorized and genuine, to check that transactions are recorded in the correct accounting period, to ensure completeness and accuracy of records, to detect errors and frauds or irregularities. നമുക്ക് ഇറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, ഫ്രോഡ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും റെഗുലർ അല്ലാത്ത കാര്യങ്ങളുടെ അത് ഡിറ്റക്റ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ആക്യുറസി, പ്രോപ്പറായിട്ടാണോ ഓതറൈസേഷനിലെ ട്രാൻസാക്ഷൻസ് ഒക്കെ മുന്നോട്ട് പോകുന്നത്, ജെനുവിനെസ് കാണാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന കാര്യം മനസ്സിലാക്കാനും വൗച്ചിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് വൗച്ചിങ്. ensures the reliability of financial statements, prevents and detects fraud, confirm compliances with laws and practice policies. Type of vouching. Routine vouching ഉണ്ട്. That means verification of regular day-to-day transactions such as sales, purchase, receipts and payment. ഡെയിലി ഡേ ടു ഡേ ആയിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് അനലൈസ് ചെയ്യുന്നതാണ് റുട്ടീൻ വൗച്ചിങ്ങിൽ. അതായത് സെയിൽസ്, പർച്ചേസ്, റെസീപ്റ്റ്സ്, പേയ്മെൻ്റ് എല്ലാം. വൗച്ചിങ് ഓഫ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻസ് ഡയറക്ട്ലി എഫക്റ്റിംഗ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് പർച്ചേസ്, സെയിൽ, വേജ്, ക്യാരേജ് ഇൻവേർഡ് പോലെ ട്രേഡിംഗ് അക്കൗണ്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളിലെ ട്രാൻസാക്ഷൻസ് അനലൈസ് ചെയ്യുന്നതിനാണ് വൗച്ചിങ് ഓഫ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് പറയുന്നത്. വൗച്ചിങ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. ഇവിടെ ക്യാഷ് ബുക്കാണ് അനലൈസ് ചെയ്യുന്നത്, അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് വൗച്ചേഴ്സ് ആണ്. വൗച്ചിങ് പ്രൊസീജിയർ. ഒബ്റ്റെയിനിങ് understanding of internal control system, check supporting documents like invoices, receipts, bill, agreements, verify authorized for transactions, check accuracy of amounts and dates, compare vouchers with entries in the books of account, ensure vouchers are genuine and related to the business. Verification is the process of confirming the existence, ownership, valuation and presentation of assets and liabilities as shown in the balance sheet. It is broader than vouching because it includes physical examination and legal ownership of checks. വൗച്ചിങ് പോലെ തന്നെയാണ് വെരിഫിക്കേഷനും. എവിടെയും നമ്മുടെ എക്സിസ്റ്റൻസ് ആൻഡ് ഓണർഷിപ്പ്, വാല്യൂവേഷൻ, റെപ്രസെൻറ്റേഷൻ ഓഫ്
അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഇൻ ബാലൻസ് ഷീറ്റ് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷെ ഇത് കുറച്ചും കൂടി ബ്രോഡർ ആണ് വൗച്ചിങ്ങിനേക്കാളും വെരിഫിക്കേഷൻ. ബിക്കോസ് ഫിസിക്കൽ എക്സാമിനേഷൻസും ലീഗൽ ഓണർഷിപ്പ് ചെക്സും വെരിഫിക്കേഷനിൽ നടക്കുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് വെരിഫിക്കേഷൻ ടു കൺഫേം ദി എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് അവർ ഫിസിക്കലി തന്നെ പോയി ചെക്ക് ചെയ്യുന്നുണ്ട്. വെദർ ഓൾ ദീസ് തിങ്സ് ആർ എക്സിസ്റ്റൻസ് ആണ് അവിടെ അഷ്യൂർ ചെയ്യുന്നത്. ദെൻ വാല്യൂസ് കൺസിഡർ ചെയ്ത് പോവുകയല്ല, എക്സിസ്റ്റൻസ് വെരിഫൈ ചെയ്യുന്നുണ്ട്. ടു എൻഷുർ കറക്റ്റ് വാല്യുവേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ടു ensure assets and liabilities are properly disclosed in financial statements, to detect fraud or misappropriations of assets. Importance of verification: protect shareholders' interest, ensure compliances with the statutory requirements, improve the reliability of the financial statement, helps detect overstatement or understatement of assets and liabilities. Verification procedure: physical inspection of intangible assets like stock, machinery, land, building. അതായത് ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ്, അതായത് സ്റ്റോക്കുകൾ, മെഷീനറി, ബിൽഡിംഗ്, അതിൻ്റെയൊക്കെ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. എക്സാമിനേഷൻ ഓഫ് ടൈറ്റിൽ ഡീഡ്, ഓണർഷിപ്പ് ഡോക്യുമെൻ്റ് ആൻഡ് രജിസ്ട്രേഷൻ പേപ്പേഴ്സ്. കൺഫർമേഷൻ ഫ്രം തേർഡ് പാർട്ടി ഫോർ ബാലൻസ് ഷീറ്റ് ലൈക്ക് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ബാലൻസ്. അതായത് ബാങ്ക് ബാലൻസ്, ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കതൊരിക്കലും ഫിസിക്കലി അത് ചെക്ക് ചെയ്ത് അത് കൺഫർമേഷൻ ഫ്രം തേർഡ് പാർട്ടി വാങ്ങാതെ നമുക്കൊരിക്കലും ഇതിൽ ക്ലിയർ ആയിട്ടൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. ബിക്കോസ് ഇതൊക്കെ വെറുതെ കണക്കിന് വേണ്ടി മാത്രം ഡെപ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ഒക്കെ ഉൾപ്പെടുത്തിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ചെക്കിംഗ് വാല്യുവേഷൻ മെത്തേഡ്സ് ഫോർ അസറ്റ്സ് ലൈക്ക് ഇൻവെൻ്ററി, investment, fixed assets, ensuring proper classification and disclosure in the balance sheet. Difference between verification and vouching: vouching checks the authenticity of transactions in the book. Verification confirms the existence and valuation of assets and liabilities. Vouching is done throughout the year. Verification is mainly at the end of accounting period. Vouching relates on documentary evidence. Verification may also require physical examination. Internal check: a system of policies, procedures, and organizational structure designed by management to safeguard assets, ensure accuracy of records, promote operational efficiency, and ensure compliance with laws and policies. ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പോളിസി, ഇതൊരു പ്രൊസീജിയറുമാണ്. ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണിത്. ഓർഗനൈസേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ അസറ്റ്സ് സേഫ് ആണോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, റെക്കോർഡ്സൊക്കെ ആക്യുറേറ്റ് ആണോ, അതുപോലെ തന്നെ പ്രൊമോഷണൽ എഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ നടത്തുന്നത്. ഒബ്ജക്റ്റീവ്സ്: safeguard assets from loss or fraud, ensure accuracy and reliability of accounting records, promote efficiency in operations, encourage adherence to policies and laws, ensure timely and reliable information. നമ്മുടെ അസറ്റ്സിനെ സേഫ് ഗാർഡ് ആക്കുന്നുണ്ട്. അതിൽ ലോസോ വല്ല ഫ്രോഡ്സോ ഉണ്ടോ എന്ന് മെഷർ ചെയ്യാൻ പറ്റും. ആക്യുറസി, റിലയബിലിറ്റി ഒക്കെ എൻഷുർ ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പോളിസീസും ലോസും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നുണ്ട്. ടൈംലി ആൻഡ് റിലയബിൾ ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ: കൺട്രോൾ എൻവയോൺമെൻറ്റ്, റിസ്ക് അസസ്മെൻറ്റ്, കൺട്രോൾ ആക്ടിവിറ്റീസ്, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മോണിറ്ററിംഗ്. ലിമിറ്റേഷൻസ്: കോസ്റ്റ് ബെനിഫിറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഹ്യൂമൻ ഇറേഴ്സ് ചിലപ്പം പറ്റും. കൊല്യൂഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ്, മാനേജ്മെൻറ്റ് ഓവർറൈഡ്, അൺയൂഷ്വൽ ട്രാൻസാക്ഷൻസ് മേ bypass controls. Internal check: an arrangement of duties among employees in such a way that the work of one person is automatically checked by another as a part of routine operations. ഇന്റേണൽ ചെക്ക് ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെ വിടുന്ന ഒരു റുട്ടീൻ ഓപ്പറേഷൻസ് ആണ്. ഇവിടെ ഒരു എംപ്ലോയിൻ്റെ വർക്ക് ഓട്ടോമാറ്റിക്കലി മറ്റൊരാൾക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. Objectives: to prevent and detect errors and fraud at the earliest stage, ensure accuracy of accounting records, fix responsibilities for work performed, improve efficiency and reliability of routine work. Features: continuous checking during daily work, clear division of responsibilities,
proper documentation and authorization, built-in cross-verification. Examples: cash received by cashier is deposited by another person and recorded by account staffs. Purchase process: requisition by one person, approval by another, received by storekeeper, പേയ്മെൻറ്റ് ബൈ അക്കൗണ്ട്സ്. അതായത് ഒരു ട്രാൻസാക്ഷൻസ് തന്നെ പല ആൾക്കാർ വഴി ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരാളുടെ ഇത് വേറൊരാൾക്ക് ഇൻറ്റേർണൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ആക്യുറസി ഉണ്ടാവും. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് ഇൻറ്റേർണൽ ചെക്ക്. സ്കോപ്പ് ഇൻറ്റേർണൽ കൺട്രോളിൽ ബ്രോഡ് സ്കോപ്പാണ്, ബിക്കോസ് കവേഴ്സ് ദി എൻറ്റയർ കൺട്രോൾ സിസ്റ്റം. എന്നാൽ ഇൻറ്റേർണൽ ചെക്കിൽ നാരോ ആണ്, പാർട്ട് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. നാച്ചോ ഇൻറ്റേർണൽ കൺട്രോളിൽ പോളിസീസ്, പ്രൊസീജിയർ, എൻവയോൺമെൻറ്റ് മോണിറ്ററിംഗ്. Internal check is day-to-day division of duties for cross-checking. Objectives of internal control: safeguard of assets, ensure efficiency and compliance. Internal check will prevent, detect errors and frauds at source. Responsibility: internal control management at all levels. Internal check operating staffs. Coverage: internal control both preventive and detective. Internal check mostly preventive and detective in routine work. Audit notebook. An audit notebook is a book maintained by the audit staff to record important points, queries, doubts, and observations that arise during the course of an audit. It acts as a record of matters which need clarification, further checking, or consistency by the auditor. ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഓഡിറ്റ് സ്റ്റാഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, അവരുടെ ഡൗട്ട്സ്, അവർ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. Purpose of audit notebook: to serve as a written record of all significant audit points, to help in keeping tracks of issues requiring further investigation, to provide evidence of work done in case of disputes or legal proceedings, to assist in preparing the final audit report. ഓഡിറ്റ് നോട്ട്ബുക്കിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻസ്: നെയിം ഓഫ് ദി ക്ലയൻറ്റ്സ് ആൻഡ് പീരീഡ് ഓഫ് ഓഡിറ്റ്, dates when the audit work was carried out, queries raised during the audit and the replies, details of missing vouchers, bills or documents, errors and irregularities found, point requiring clarification from the client staff, cases of non-compliance with laws or policies, important extracts from agreements, contracts or resolutions, details of special matters to be included in the audit report. Generally, there are two types of audit notebooks. General audit notebook contains routine queries and observations. Permanent audit notebook contains informations of lasting importance such as organizational structure, nature of business, list of books maintained, etc. And the advantages of audit notebook: serve as a memory aid to the auditor, provides proof in case of disputes, helps maintain continuity if audit staff changes, useful for further audit. Limitations of audit notebook: requires careful and regular updating, may become bulky if not properly organized, confidentiality must be maintained to protect client information. Audit working papers. Audit working papers are the written records maintained by the auditor during the course of an audit. They contain evidence, explanations, and details that support the auditor's findings, opinion, and conclusions in the audit report. Purpose of audit working papers: to provide evidence of the work done by the auditor, to support the auditor's opinion in the audit report, to serve as a record for further references, to help in planning and conducting the audit efficiently, to assist in supervision and review of the audit work. Contents of audit working paper: audit program and plan, details of client business and internal control system, trial balance, schedules and ledger checked, notes on discussion with client management, evidence gathered through inspection, observation and confirmations, details of errors, frauds or irregularities detected, adjustments and reconciliation made.